സന്തോഷത്തോടെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളും നിമിഷങ്ങളും ആസ്വദിക്കാൻ തുടങ്ങിയാൽ എല്ലാത്തിനും വല്ലാത്തൊരു സൗന്ദര്യമാണ്, വശ്യതയാണ്. നമ്മളുടെ ആ സന്തോഷം നമ്മളുടെ ഉള്ളിൽ നിന്നും നമ്മൾ ഇടപെടുന്ന മനുഷ്യരിലേക്കായാലും മൃഗങ്ങളിലേക്കായാലും ആസ്വദിക്കുന്ന പ്രകൃതിയിലേക്കായാലും നിറഞ്ഞൊഴുകും. പിന്നെ അവർ നമ്മളുടെ സ്വന്തമാണെന്ന് നമ്മൾക്ക് തോന്നിപ്പോകും, കുറച്ച് ദിവസത്തേക്കായിരുന്നെങ്കിൽ പോലും. ഞങ്ങൾ പോകുകയാണെന്ന് മനസ്സിലായിക്കൊണ്ട് യാത്ര പറയാൻ വരുന്ന വിഷമിക്കുന്ന ഓരോ ജീവികളെയുമാണ് ഈ കാണുന്നത്. നമ്മൾ ഹോളിഡേക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങൾ കിട്ടിയതിലും വൃത്തിയായിട്ട് ഇടണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാണ്. ഞാൻ എല്ലായിടവും വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഡെയ്സിക്ക് മനസ്സിലായി ഞങ്ങൾ പോവുകയാണെന്ന്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്താ എന്നെ വിട്ടിങ്ങനെ പോകുന്നേ എന്നാണ് അവൾ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. വല്ലാത്ത ഒരു വേദനയോടെ അവൾ സാബുജിയുടെ അടുത്ത് ചേർന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് റിവ്യൂ എഴുതുക എന്നുള്ളതല്ലേ. റിവ്യൂ എന്നത് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ഏത് ബിസിനസ് ആര് ചെയ്താലും അവരുടെ ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മൾ എഴുതുന്ന ഒരു റിവ്യൂ ഒരിക്കലും അത് നശിപ്പിക്കാനാകരുത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നേരിട്ട് അവരോട് പറയുക. ഏത് ബിസിനസ്സുകാരും അത് നന്നാക്കാൻ ശ്രമിച്ചിരിക്കും. ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം റിവ്യൂ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക എപ്പോഴും. ഇവരെ എന്തിന് ഇത്ര നാളും കഴുതകൾ എന്ന് വിളിച്ചെന്ന് ഓർക്കുകയായിരുന്നു. ഇവർക്കുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ 25 വർഷം ഇവർ ഓർത്തിരിക്കും പോലും. സങ്കടത്തോടെ ഷെറ്റ്ലൻഡ്സ്, അതായത് മിനിയേച്ചർ ഹോഴ്സസ്, അവരും ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഡെയ്സിക്ക് സാബുജിയോട് യാത്ര പറഞ്ഞും വർത്താനം പറഞ്ഞും മതിയാകുന്നേയില്ല. ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഈ ഗാർഡനിൽ ഒരു ചെടി മേടിച്ച് കുഴിച്ചു വെച്ചിട്ട് പോന്നു. ഡെയ്സിയോടും ബാക്കിയുള്ള എല്ലാ ആനിമൽസിനോടും ഉടനെ കാണാമെന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.